കുമരകത്ത് കരിമീൻ സുലഭമായതോടെ സാധാരണക്കാരന്റെ തീന്മേശകളിൽ രുചിമേളം. വില കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇരുട്ടടിയുമായി. ഇടവേളയ്ക്ക് ശേഷമാണ് കരിമീന് കുമരകത്ത് വില കുറയുന്നത്. ബി ഗ്രേഡ് കരിമീന് കിലോയ്ക്ക് 270 രൂപയാണ് വില. 600 രൂപയായിരുന്ന A+ ഗ്രേഡിന് 450 രൂപയും എ ഗ്രേഡ് 370ലേക്കും താഴ്ന്നു. മത്തിയുടെ വിലയ്ക്ക് ഡി ഗ്രേഡ് കിട്ടും. 200 മുതലാണ് വില. കായൽ മുരിശിന്റെ വില 350 നിന്ന് 280ലേക്കും പൊടിമീൻ 100ലേക്കും എത്തി. മിക്ക ദിവസങ്ങളിലും കൂടിയ അളവിൽ കരിമീൻ ലഭിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു. തണ്ണീർമുക്കം ബണ്ട് അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ കരിമീൻ ലഭ്യത വർദ്ധിച്ചത് തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ വിൽപ്പന ഇടിഞ്ഞത് പ്രതിസന്ധിക്കും വിലയിടിവിനും കാരണമായി. ക്രൈസ്തവരുടെ നോമ്പ്, വിനോദസഞ്ചാരികളുടെ കുറവ് എന്നിവ വിൽപ്പന കുറയാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. വിലക്കുറവിൽ കരിമീൻ സുലഭമായിട്ടും ഭക്ഷണശാലകളിലെ വില പൊള്ളിക്കുകയാണ്. 400 മുകളിലാണ് വില. വലിപ്പം കൂടിയാൽ 1000 വരെ എത്തും. ഷാപ്പുകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലുമാണ് കൊള്ള. 1 കിലോ കരിമീൻ 10 എണ്ണം വരെ കാണും. ഗ്രേഡ് കൂടുംതോറും എണ്ണം കുറയും. കൂടുതൽ വിൽക്കുന്നത് ബി ഗ്രേഡ് കരിമീനാണ്. ഇവ പാചകം ചെയ്താൽ ഒരെണ്ണത്തിന് 1 കിലോയേക്കാൾ വില നൽകണം. ഫ്രൈ, പൊള്ളിക്കൽ, മപ്പാസ്, നിർവാണ എന്നിങ്ങനെ ഐറ്റം മാറും തോറും വിലയും കയറും. കൂടുതൽ ഡിമാൻഡ് ബി ഗ്രേഡിന്. A+ന് 450 രൂപ, എ ഗ്രേഡിന് 370 രൂപ. അതിനിടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യയിനങ്ങളിലൊന്നായ മത്തിക്ക് വലിപ്പം വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടെത്തൽ. കേരളത്തിലെ കടൽ തീരത്ത് നിന്ന് കിട്ടുന്ന മത്തിക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒരേ വലിപ്പമാണ്. 6 മാസം മുമ്പ് മത്തിമീനുകൾ കൂട്ടത്തോടെ കരയിലേക്ക് എത്തിയിരുന്നു. അന്നത്തെ വലിപ്പം തന്നെയാണ് ഇപ്പോഴുമെന്നതാണ് അധികൃതരെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഇങ്ങനെയൊരു സംഭവം മുമ്പൊരിക്കലും കണ്ടിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന മത്തി ലഭ്യത കുറഞ്ഞതോടെ നിലവിൽ ട്രോളിംഗ് ബോട്ടുകാരാണ് മുഖ്യമായും പിടിക്കുന്നത്. ലഭ്യത കുറഞ്ഞെങ്കിലും വലിപ്പമില്ലാത്തതിനാൽ വില കൂടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. നിലവിൽ കിലോയ്ക്ക് വെറും 100 രൂപ നിരക്കിലാണ് മത്തി വിൽപ്പന നടക്കുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നീളമുള്ള മത്തിമീനുകൾ എത്തുന്നുണ്ടെങ്കിലും ഇതിന് നാടൻ മത്തിയുടെ പോലുള്ള രുചി കിട്ടാറില്ല. മത്തി വളരാത്തതിന് കാരണം തേടിയുള്ള പഠനം നടത്തുന്നുണ്ടെന്നും വൈകാതെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. 2023 ഒക്ടോബർ മുതൽ 2024 ഏപ്രിൽ വരെ ചൂടേറിയ കാലഘട്ടമായിരുന്നു. കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം പ്രജനന സമയം നീണ്ടുപോകാൻ കാരണമാകാം. അശാസ്ത്രീയ മീൻപിടുത്തവും പ്രശ്നമാകാമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ മത്തിയുടെ ശരാശരി നീളം 20 സെന്റിമീറ്ററാണ്. 6 മാസമായി 12 സെന്റിമീറ്ററിൽ കൂടുതലുള്ള മത്തി കേരള തീരത്ത് നിന്ന് കിട്ടുന്നില്ല. 2.5 വർഷമാണ് മത്തിയുടെ ശരാശരി ജീവിത ദൈർഘ്യം. 1 വർഷമാകുന്നതോടെ പ്രത്യുൽപാദന ശേഷിയും കൈവരും. ചൂട് കൂടിയതോടെ കടലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കടലിൽ ചൂട് കൂടുന്നതിനാൽ മീനുകൾ മുകൾ തട്ടിലേക്ക് വരുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചൂട് കൂടിയതോടെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ കൂട്ടത്തോടെ ആഴം കൂടിയ ഉൾഭാഗങ്ങളിലേക്ക് നീങ്ങുന്ന സ്ഥിതിയാണ്. ചൂട് കൂടിയതനുസരിച്ച് കടലിനോട് ചേർന്നുള്ള പുഴകളിലും കനാലുകളിലും വെള്ളത്തിന് അമിത ചൂടായതോടെ പുഴയിലും മത്സ്യലഭ്യത കുറയുകയാണ്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യലഭ്യത വീണ്ടും കുറയുമോ എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യലഭ്യത കുറഞ്ഞതോടെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മീനുകൾ എത്തിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.